ഹസ്ബൻഡുമായിട്ട് മെൻ്റലി നല്ല അകൽച്ചയിൽ ആയിരുന്നു. കാരണം അതിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അറിഞ്ഞ സമയത്ത് ഒഴിവാക്കാൻ നിൽക്കാത്ത ആൾ ഇപ്പം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. പഴയതിലും കൂടുതൽ സ്നേഹം എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അതുപോലെ ഇത്രത്തോളം ഒരു മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ ബന്ധത്തിൽ മൂന്നാമതായ വ്യക്തി അഥവാ തേർഡ് പാർട്ടി കാരണം ജീവിതം തകർന്നിരിക്കുകയാണോ എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എങ്ങനെ നിങ്ങൾക്ക് ആ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകറ്റാമെന്നും ആ പിണങ്ങിപ്പോയ ആ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ എങ്ങനെ തിരികെ കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനുവിന്ദ്. നമ്മൾ ഇതുവരെ ഉള്ള വീഡിയോസ് എല്ലാം നോക്കുകയാണെങ്കിൽ പണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി കുറച്ച് വീഡിയോസ് റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഇടാമെന്ന് കരുതി. നമ്മൾ ആദ്യം തന്നെ ഒരു തേർഡ് പാർട്ടി നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതെപ്പോഴും തന്നെ എപ്പോഴും ആൾക്കാരെല്ലാം തന്നെ മനഃശാസ്ത്രപരമായി അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉദാഹരണത്തിന് നമ്മളെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി വരാനുള്ള സാഹചര്യം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കപ്പെടുകയാണെന്നുള്ളതാണ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. നിങ്ങളും നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ ലവറായിട്ടുള്ള എവിടെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ആ ഒരു സ്പേസിലേക്കാണ് തേർഡ് പാർട്ടി കയറുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ സുഹൃത്തുമായിട്ട് എപ്പോഴും തന്നെ ഒരു ഓപ്പൺ മൈൻഡ് സെറ്റ് അഥവാ നിങ്ങളുടെ പങ്കാളി സുഹൃത്ത് എന്താണോ പറയുന്നത് അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ്, ക്ഷമത, ബോധ നിലവാരം നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ പങ്കാളിക്ക് മനസ്സിലാക്കേണ്ട രീതിയിൽ സംസാരിക്കുക. അതേപോലെ തന്നെ ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതൊരു ഓപ്പൺ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുറന്ന പുസ്തകമാകുന്ന രീതിയിലല്ല പറയുന്നത്. അതായത് തുറന്ന പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയല്ല, മറിച്ച് ആ വ്യക്തി എന്താണോ പറയുന്നത് അതിനെ അതേപോലെ തന്നെ മനസ്സിലാക്കാനും അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പങ്കാളിയിലേക്ക് എപ്പോഴും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലമോ കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ തന്നെ സാധിക്കുന്നതാണ്. ചിലപ്പോൾ ഫാമിലി പ്രോബ്ലം ആയിരിക്കാം. നിനക്ക് എന്തും എന്നോട് തുറന്ന് പറയാം, കാരണം ഞാൻ എല്ലാം നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നിങ്ങളുടെ പങ്കാളിയായിട്ട് വേണ്ടത്. എപ്പോഴും നമ്മളൊരു ക്ലോസ്ഡ് കമ്മ്യൂണിക്കേഷനാണ് നിൽക്കുന്നതെങ്കിൽ ഈ കാര്യം പറയാൻ പാടില്ല, ഈ കാര്യം ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഒരു തേർഡ് പാർട്ടിക്കുള്ള സ്പേസ് നിങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പങ്കാളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ഓപ്പൺ മൈൻഡ് സെറ്റ് സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മളെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സും നമ്മളെ ഇമോഷൻസും എവിടെയാണോ നമ്മൾ കൊടുക്കുന്നത് അതാണ് മാനിഫെസ്റ്റ് ആകുന്നത്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആരെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. ചിലപ്പോൾ നിങ്ങളെ പങ്കാളി ലവറിനെ പോലും നിങ്ങൾ ചിന്തിക്കില്ല. എപ്പോഴും ആ തേർഡ് പാർട്ടിയെക്കുറിച്ചായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവരും എൻ്റെ ലവറും തമ്മിൽ അല്ലെങ്കിൽ എൻ്റെ പങ്കാളിയും തമ്മിൽ സംസാരിക്കുകയായിരിക്കുമോ, നേരിട്ട് കാണുകയാണോ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണോ എന്ന രീതിയിലുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. ഇത് ആണ് നമ്മളെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആകുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നതും നമ്മളെ ഹാപ്പിനെസ്, നമ്മളെ ഡ്രീംസ്, നമ്മളെ കാര്യങ്ങളിലേക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം 21 ഡേയ്സ് പ്രോഗ്രാം തന്നെ സെൽഫ് ഹീലിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിലൂടെ മാത്രമേ നമ്മൾ നഷ്ടപ്പെട്ട വ്യക്തിയെ തിരികെ കൊണ്ടുവരാനും നല്ല നല്ല ബന്ധങ്ങളെ ആകർഷിക്കാനും സാധിക്കുന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ തേർഡ് പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളെക്കുറിച്ച്, നിങ്ങളെ ഹാപ്പിനെസ്സിനെ കുറിച്ച്, നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അതായത് ആക്ഷൻ പ്ലാൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ മൂന്നാമതായ കാര്യം ഈ ഒരു സക്സസ് സ്റ്റോറിക്കേഷൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ ആ ഒരു മൂന്നാമതായുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് മുൻപായി ഈ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മളെ റിലേഷൻഷിപ്പ് മാസ്റ്ററി കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് വന്നിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ തേർഡ് പാർട്ടിയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കും. ഇതേപോലെ തന്നെ നെഗറ്റീവായ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം റിലേഷൻഷിപ്പ് മാസ്റ്ററി കോഴ്സിൽ ജോയിൻ ചെയ്തു. അദ്ദേഹത്തിന് ഏകദേശം 4 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു റിസൾട്ട് കിട്ടി, നല്ല പോസിറ്റീവായ റിസൾട്ട് കിട്ടി. എന്നാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ വേണമെന്ന രീതിയിൽ അദ്ദേഹം കറക്റ്റായിട്ട് ഓരോ ദിവസമുള്ള പ്രാക്ടീസും നല്ല രീതിയിൽ ഫോളോ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭർത്താവ് തിരികെ വരികയും നല്ല രീതിയിലുള്ള സംസാരവും സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം നയിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ആ സക്സസ് സ്റ്റോറിക്ക് ശേഷം മൂന്നാമതായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ്റെ പവർഫുൾ ടെക്നിക്ക് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്.
നമസ്കാരം. ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് മെൻ്റലി നല്ല അകൽച്ചയിൽ ആയിരുന്നു. കാരണം അതിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അറിഞ്ഞ സമയത്ത് ഒഴിവാക്കാൻ അവരൊരുപാട് ശ്രമിച്ചിരുന്നു. അങ്ങനെ പക്ഷേ ഇനി മെൻ്റലി ഉള്ള ആ ഒരു അടുപ്പം പിന്നെയും കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഷെയർ ചെയ്തിരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ അവർക്കും കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് തകർന്ന സമയത്താണ് യൂട്യൂബിലൂടെ അനുവൻ സാറിൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ അതിലൂടെ റിലേഷൻഷിപ്പ് മാസ്റ്റർ എന്ന ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റി. ജോയിൻ ചെയ്ത കുറച്ച് ദിവസം കൊണ്ട് തന്നെ മാറ്റങ്ങളുണ്ടായി. പക്ഷേങ്കിൽ ഒരിക്കലും എനിക്കും ഒരുപാട് ഞാൻ ശ്രമിച്ച സമയം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് മാസ്റ്ററിൽ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഞാൻ കുറേ ഓക്കെ ആയി. സെൽഫ് ലവ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് എൻ്റെ മനസ്സ് കുറച്ച് ലെവലാവാൻ തുടങ്ങി. അപ്പം ഞാനൊന്ന് ഓക്കെ ആയി, ഞാനൊന്ന് ചിരിക്കാനും സംസാരിക്കാനും തുടങ്ങിയപ്പോൾ തന്നെ മൂപ്പർക്കും ചെറിയൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേങ്കിൽ എത്രത്തോളം മാറ്റം ഉണ്ടാവുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. എങ്കിലും ആ ഒരു മാറ്റം തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്താൻ വേണ്ടി മെഡിറ്റേഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു 10-20 ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത്രയും കാലം മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിൽക്കാത്ത ആൾ ഇപ്പം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. പഴയതിലും കൂടുതൽ സ്നേഹം എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അതുപോലെ ഇത്രത്തോളം ഒരു മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഒഴിവായി ഇപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അനുൻ സാറിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഈ അവസ്ഥയിലേക്ക് എന്നെ തിരിച്ച് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചതിന് യൂണിവേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ച വ്യക്തിയോട് ഞാൻ നന്ദി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ല നല്ല നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്ററിയുടെ 23ാമത് ബാച്ച് ഈ വരുന്ന ഞായറാഴ്ചയാണ് ആരംഭിക്കാൻ പോകുന്നത്. കുറേ പേര് ചോദിച്ചിരുന്നു എപ്പോഴാണ് റിലേഷൻഷിപ്പ് മാസ്റ്ററി തുടങ്ങാൻ പോകുന്നത് എന്നുള്ളത്. നമ്മൾ റിലേഷൻഷിപ്പ് മാസ്റ്ററിയിൽ ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ, സെൽഫ് ലവ് മെഡിറ്റേഷൻ, ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ, ചെയർ മെഡിറ്റേഷൻ, അതോടൊപ്പം തന്നെ ആൻസസ്റ്റേഴ്സ് ബ്ലെസ്സിംഗ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഏകദേശം 12 ടൈപ്പ് മെഡിറ്റേഷൻസും ലോ ഓഫ് അട്രാക്ഷൻ വിവിധ ടെക്നിക്കുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കാരണമാണ് ഇത്രയധികം റിസൾട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കണ കുറേ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന പവർഫുൾ ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടൂൾ എന്ന് പറയുന്നത് സ്വിച്ച് വേർഡാണ്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 വേർഡ്സാണ് ക്യാൻസൽ അല്ലെങ്കിൽ ക്ലിയർ എന്നുള്ള പറയുന്ന സ്വിച്ച് വേർഡ്സ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് ചിന്തകൾ വന്നു, അതായത് നിങ്ങൾക്ക് അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സെന്ന് പറയുന്നത് ഒന്നും, അതായത് മനസ്സിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് വേണ്ട എന്ന് പറയുന്ന അല്ലെങ്കിൽ ചിന്തിക്കില്ല എന്ന് പറയുന്ന കാര്യമായിരിക്കും കൂടുതൽ ചിന്തകൾ വരിക. അന്നേരം ആ ചിന്ത വരുന്ന സമയത്ത് നിങ്ങൾ ക്യാൻസൽ എന്നുള്ളതോ അല്ലെങ്കിൽ ക്ലിയർ എന്നുള്ളതോ സ്വിച്ച് വേർഡ് ഉപയോഗിക്കുക. അത് പറയുന്നതനുസരിച്ച് ആ തോട്ട് പാറ്റേൺ ബ്രേക്ക് ചെയ്യുക. അതായത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ എന്ന് പറയുന്ന സമയത്ത് തന്നെ അത് ബ്രേക്ക് ചെയ്തോളൂ. ആ ഒരു ബ്രേക്കിംഗ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ തോട്ട്സിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഓർക്കാം. അതോടൊപ്പം തന്നെ വിഷ്വലൈസേഷൻ ചെയ്യാം. ഈവൻ നമ്മൾ റിലേഷൻഷിപ്പ് മാസ്റ്ററിയിൽ റിലേഷൻഷിപ്പ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ മെഡിറ്റേഷൻസ് വരെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതും അതും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ തിരികെ കൊണ്ടുവരാൻ 100% ഞാനീ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ പ്രയോഗിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം ഈ ഒരു സക്സസ് സ്റ്റോറിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ വീണ്ടും പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ഏതൊരു കാര്യവും സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ വിജയകഥകളെല്ലാം തന്നെ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.